നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 84. മീനുവിൻ്റെ ദേഷ്യത്തിൻ്റെ കാരണമെന്തായിരിക്കുമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന ജയ്യെ തേടി അമ്മയെത്തി. മോനെ. ആ, എന്താ അമ്മ? മോനെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ജയ്യോടായി അമ്മ ചോദിച്ചു. ഏ ഞാനൊന്നുമില്ല. മീനുവിൻ്റെ മുഖത്ത് എന്താ ഇത്ര ദേഷ്യം? എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അത് അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി, നീ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേന്ന്. അവളുടെ മുഖത്ത് നല്ല ദേഷ്യവും സങ്കടവും നിരാശയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു. അമ്മയും ശ്രദ്ധിച്ചായിരുന്നു? ഞാൻ ശ്രദ്ധിച്ചു. അതാ എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെമ്മീൻ കഴിക്കാറില്ല. അതിനൊക്കെ എന്തിനാ ഇത്രയും ദേഷ്യം വരുന്നേന്ന്? തൻ്റെ സംശയം അമ്മയുമായി ജയ് പങ്കുവച്ചു. മോനെ, അതല്ല ദേഷ്യത്തിൻ്റെ കാരണം. പിന്നെ ഞാൻ അത് പറഞ്ഞപ്പോഴാണ് അവളുടെ മുഖം വാടിയത്. ഓ, അത് പറഞ്ഞപ്പോൾ മുഖം വാടിയോ? അതെ. മോൻ വരുന്ന സമയത്ത് അവളെ കണ്ടില്ലായിരുന്നോ? എപ്പോ? അല്ല, മോന് വീട്ടിനകത്തേക്ക് കയറുന്ന സമയത്ത് അവളെ കണ്ടില്ലായിരുന്നോ? അമ്മ ചോദിച്ചു. ഇല്ല, കണ്ടില്ല. മോനെപ്പോഴാ അവളെ കണ്ടത്? അത് അമ്മ ഭക്ഷണം വിളമ്പാൻ പറഞ്ഞില്ലേ അവളോട്, അപ്പോഴാ ഞാൻ കണ്ടത്. എന്താ അമ്മ? അത് ആ സമയത്ത് ഞാനും ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നീട് ഒന്ന് ആലോചിച്ചു, അപ്പോൾ തോന്നി, അത്രയേ ഉള്ളൂ. അല്ല, അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല മോനെ, ഈ പെണ്ണുങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. എന്താ അമ്മ? അവൻ മനസ്സിലാവാതെ ചോദിച്ചു. മോൻ്റെ ആദ്യ വിവാഹമല്ലേ ഇത്? അതെ. അമ്മ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, മുമ്പൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഏകദേശം പെണ്ണുങ്ങളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയേനെ. ഇതിപ്പോൾ അങ്ങനെ ഇല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, ഈ പെണ്ണുങ്ങൾക്ക് ഈ എന്താ പറയണ്ടേ, അതിനെ എന്താ പറയാ വാക്ക്, ഈ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഭാര്യമാർക്ക്. എനിക്ക് മനസ്സിലായില്ല അമ്മ. അതായത് അവൾ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിനക്ക് വേണ്ടി ഒരുങ്ങി നിന്നതാ. എന്നിട്ട് നീ കയറി വന്നപ്പോൾ അവളെ കണ്ടില്ല എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമല്ലേ? ഞാൻ സത്യമായിട്ട് അവളെ കണ്ടില്ല. അതെ, അതാണ് പ്രശ്നം. അവിടെ മുതലായിരിക്കും തുടക്കം. അല്ലമ്മ, ഇപ്പം ഞാനതിനെന്ത് ചെയ്യാനാ? ഞാൻ കാണാത്തോണ്ടാ. അതെ, എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഒരുങ്ങി നിന്നിട്ട് എൻ്റെ ഭർത്താവിനെ നോക്കിയില്ലെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെടുമോ? എനിക്കത് ഇഷ്ടപ്പെടില്ല. എനിക്ക് ദേഷ്യം വരും. അതവൾക്കും വന്നു കാണും. പിന്നെ അവൾ ഇത്രയും ഫുഡ് ഉണ്ടാക്കിയിട്ട് നീ എന്താ പറഞ്ഞേ? ആ ഫുഡ് കൊള്ളില്ലെന്നല്ലേ? അയ്യോ അമ്മ, ഞാൻ എന്താ പറഞ്ഞേ? അമ്മ ഉണ്ടാക്കുന്ന ബീഫ് കറി പോലെ ആയിട്ടില്ലെന്നാ പറഞ്ഞത്. എനിക്കറിയാവോ ഇത് അവളുണ്ടാക്കിയതാണെന്ന്. എന്നാൽ പിന്നെ കഴിക്കാൻ നേരം തന്നെ അതാദ്യം പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? എന്നോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ജയ് അമ്മയോട് നിഷ്കളങ്കമായി ചോദിച്ചു. മോനെ, മീനുവിൻ്റെ മുഖത്തെ വാട്ടം ശ്രദ്ധിച്ച് കുറച്ച് ആലോചിച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. മുഴുവനായിട്ട് ഇപ്പോഴാണ് ഒന്ന് ക്ലിയറായിട്ട് കിട്ടിയത്. എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചില്ലേ, ഇനിയിപ്പോൾ ഞാൻ തിരുത്താനൊന്നും പറ്റില്ലല്ലോ. പിന്നെ അതിനേക്കാളും വലിയൊരു പൊട്ടത്തരം നീ ചെയ്തു. എന്താണെന്നറിയാവോ? അതെന്താ? ദീപേ, നീ എന്തിനാ സുന്ദരിയാണെന്ന് പറഞ്ഞേ? മനസ്സിലായില്ല മോനെ. ലോകത്തൊരു പെണ്ണും ഒരു ഭാര്യയ്ക്കും ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തിയാണ് നീ ചെയ്തത്. അതെന്താ?
അതായത് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് മറ്റൊരു പെണ്ണിനെ സുന്ദരിയാണെന്ന് ഒരിക്കലും പറയരുത്. അവൾക്കത് താങ്ങാൻ പറ്റില്ല. അല്ലമ്മേ, അത് ഞാൻ മീനുവിനെ സുന്ദരി അല്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ദീപജിയുടെ കാര്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അതിൽ ഞാൻ മീനുവിനെ ചേർത്ത് പറഞ്ഞതല്ലല്ലോ. ജി അമ്മയോട് ചോദിച്ചു. മീനുവിനെ ചേർത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ വേറൊരു പെണ്ണെ സുന്ദരിയാണെന്ന് പറഞ്ഞില്ലേ? അല്ലമ്മ, അത് അർജുനേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ദീപജിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെ, അവിടെ നീ നിന്റെ ഭാര്യയുടെ ഇഷ്ടം നോക്കിയില്ല, ദീപയുടെ ഇഷ്ടമല്ലേ നോക്കിയുള്ളൂ. അല്ലമ്മ, അത് മോനെ, ജീവിതം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത്ര എളുപ്പമല്ല. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഈ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് പെണ്ണിൻ്റെ സ്വഭാവം. മോനിപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയ്ക്കല്ലേ ആയുള്ളൂ, അതാ ഇതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. സമയമെടുക്കുമ്പോൾ ഓരോന്നായിട്ട് പഠിച്ചോളും. എന്നാലും ഇന്നത്തെ മീനുവിൻ്റെ മാറ്റം കണ്ടതിൽ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ മോനോട് ഇത് പറയാണ്, അത്രയേ ഉള്ളൂ. ഒരിക്കലും മീനുവിൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരു പെണ്ണിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് സംസാരിക്കരുത്. അത് ലോകത്ത് ഒരു ഭാര്യമാർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഭാര്യ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതൊന്നും തെറ്റില്ല. ഇതവൾ ആദ്യമായിട്ടുണ്ടാക്കിയതുകൊണ്ട് അവൾക്ക് ഇത്തിരി വേദനിച്ചത്, അത്രയേ ഉള്ളൂ. അത് പിന്നെ പ്രശ്നമല്ല. പക്ഷെ അവൾ നിന്നെ കാണാൻ വേണ്ടി അത്രയും ഒരുങ്ങി നിന്നിട്ടും നീ അവളെ കാണാതെ പോയത്, ശ്രദ്ധിക്കാതെ പോയത് അതല്പം കൂടിപ്പോയി. എൻ്റെ പൊന്നമ്മ, ഞാൻ അവളെ കണ്ടില്ല. ജി വീണ്ടും പറഞ്ഞു. അല്ല മോനെ, ഞാൻ പറഞ്ഞതാ, ഇനി ഭാവിയിൽ നിനക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന്. ഈ പെണ്ണിനെപ്പോഴും വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. അവളെപ്പോഴും നമുക്കിങ്ങനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കാൻ പറ്റും. അതായത് കുറച്ചൊരു പരിഗണന, കുറച്ചൊരു ശ്രദ്ധ, ചെറിയൊരു നോട്ടം, ഇത്രയൊക്കെ മതി പെണ്ണിന്. ഈ പൊതുവെ പെൺപിള്ളേരെ ഈ പരിഗണന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. പിന്നെ റെസ്പെക്റ്റും, അതും ഇത്തിരി വേണമെന്ന് നിർബന്ധമുള്ള കൂട്ടത്തിലാണ്. പതിയെ പതിയെ മോൻ ഇതൊക്കെ മനസ്സിലാക്കും. ജീവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. ജി പറഞ്ഞു. മോനെ, എൻ്റെ മകൾക്ക് ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് സ്വഭാവങ്ങളുണ്ടാവും. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ ജീവിതം ഇത്രയും നാൾ ഞാൻ കണ്ടതല്ലേ. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും എൻ്റെ മകളെ അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ച് ജീവിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും നിന്നോട് ആവശ്യപ്പെടില്ല. പക്ഷേ അവൾ മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് പതിയെ പതിയെ അവളും നല്ലൊരു ഭാര്യയാവും. അപ്പോൾ അവളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളൊക്കെ മോൻ കണ്ടില്ല, കേട്ടില്ല എന്നൊക്കെ ചെറുതായിട്ട് നടിക്കേണ്ടി വരും. അതേപോലെ അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെറിയ രീതിയിലൊക്കെ മോൻ പെരുമാറേണ്ടിക്ക് വരും. മോനതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും മോൻ അറിയാത്തൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ മോന്? അമ്മ ജയോട് ചോദിച്ചു. അമ്മ താൻ നല്ലൊരു ഭർത്താവണം എന്ന് പറയാതെ പറയുകയാണ് എന്നവന് മനസ്സിലായി. പിന്നെ മീനുവിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, അവൾ ചെറുപ്പം മുതലേ ഈ ഏട്ടന്മാരെ എല്ലാം അവൾക്ക് കൊടുത്ത ശീലം. അതായത് അവൾ എന്താവശ്യപ്പെട്ടാലും അവൾ എന്താഗ്രഹിച്ചാലും ഏട്ടന്മാരത് സാധിച്ചു കൊടുക്കും. അവൾ അങ്ങനെയാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ പിടിവാശിയും ദേഷ്യവും സങ്കടവും നിരാശയും ഒക്കെ പെട്ടെന്നാണ് അവൾക്ക്. എടുത്തുചാട്ടം അടുക്കം ഒന്നിനൊരു കുറവില്ല. ചെറുപ്പത്തിൽ സത്യം പറഞ്ഞാൽ അവളുടെ ആദ്യ വിവാഹത്തിൻ്റെ സമയത്തൊക്കെ തീരെ പക്വതയില്ലാത്തൊരു പെരുമാറ്റമായിരുന്നു അവളുടേത്. പിന്നെ വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്കതിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വിവാഹം കഴിയുമ്പോൾ ഏത് പെണ്ണും മാറുമല്ലോ, പതിയെ അവളും മാറി. പിന്നീട് അങ്ങോട്ട്
അവൾ ആ പഴയ കൊച്ചുകുട്ടി എന്നുള്ള ഭാവത്തിൽ നിന്നേ മാറി. പിന്നെ ഈ ഏട്ടന്മാർക്കെപ്പോഴും അവൾ കൊച്ചുകുട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവളെ അങ്ങനെ അവർ ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് പല കാര്യത്തിലും സ്വഭാവത്തിലും അവൾക്ക് ഈ പക്വതക്കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് മോൻ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കണം. പിന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന വ്യക്തിയോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത, ആ വ്യക്തി എന്ന് വെച്ചാൽ അവൾക്ക് വേറെ ഒന്നും പകരം വയ്ക്കില്ല. അങ്ങനെയൊക്കെയാണ് അവൾ സ്നേഹിക്കുക. അത് എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുകയെന്നറിയില്ല. അർജുനും മീനുവും ചെറുപ്പത്തിൽ ഭയങ്കര കൂട്ടായിരുന്നു. അർജുനും മീനുമായിരുന്നു ഏട്ടന്മാരിൽ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടുണ്ടായിരുന്നത്. അപ്പോൾ അർജുൻ്റെ വിവാഹം മീനുവിന് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. കാരണം അവരെപ്പോഴും ഒരുമിച്ചായിട്ട് അർജുൻ്റെ ലൈഫിലേക്ക് ഒരു പുതിയ പെണ്ണ് വന്നതൊന്നും മീനു അത്ര അംഗീകരിച്ചിരുന്നില്ല. അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അവൾ. അതൊക്കെ ചെറുപ്പത്തിലെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ. ഇപ്പോൾ ഉള്ള കാര്യമല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവൾ സ്നേഹിച്ച, വല്ലാണ്ട് സ്നേഹിക്കും അവൾ. അതൊക്കെ മോൻ മനസ്സിലാക്കണം. മനസ്സിലായോ? പിന്നെ പറഞ്ഞല്ലോ, ദേഷ്യവും പിടിവാശിയും ഒക്കെയുള്ള കൂട്ടത്തിലാണ് അവൾ. പക്ഷെ പാവമാണ്, ഉള്ളുകൊണ്ട് ശരിക്കും പാവമാണ്. സ്നേഹിച്ചവർക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും, എന്തും ത്യജിക്കും. ആർക്കും മുന്നിലും അവൾക്ക് ഇഷ്ടപ്പെട്ടവരെ ഇട്ടുകൊടുക്കില്ല, അവരെ കുറ്റപ്പെടുത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് നല്ല ക്വാളിറ്റിയും എൻ്റെ മകൾക്കുണ്ട്. അമ്മ മീനുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതൊക്കെ അമ്മ തന്നോട് പറയുന്നത് തൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടിയാണെന്ന് അവന് മനസ്സിലായി. അവളെ പിരിയാനുള്ള ദിവസങ്ങൾ എണ്ണുകയാണ് താനെന്ന് അമ്മയോട് തനിക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇതൊന്നും തനിക്ക് ആവശ്യമില്ല എന്നും അവളോട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവനെല്ലാം കേട്ടു നിന്നു. മോന് മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ആ, മനസ്സിലായമ്മ. മോൻ പറ്റുകയാണെങ്കിൽ അവളോട് ചെന്ന് ഒരു സോറി പറഞ്ഞേക്ക്. അവളുടെ ദേഷ്യം തണുപ്പിക്കാൻ ആ ഒരു സോറി മതിയാവും. പിന്നെ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതെ മോനൊന്ന് നോക്കണം. പിന്നെ അവൾ അത്രയും ഒരുങ്ങി നിന്നിട്ട് മോനൊന്നും പറഞ്ഞുമില്ലല്ലോ. പറ്റുകയാണെങ്കിൽ മോനിക്ക് എന്താണോ തോന്നുന്നത് അതങ്ങ് പറഞ്ഞേക്ക്. അവളത് ആഗ്രഹിക്കുന്നുണ്ടാവും. മനസ്സിലായോ? അമ്മ പറഞ്ഞു നിർത്തി. മനസ്സിലായമ്മ. എന്നാൽ ശരി, ഞാൻ പോട്ടെ. ആ ശരി അമ്മ. അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജയ്ക്ക് മനസ്സിലായി. ഏകദേശം മീനുവിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. എന്തായാലും മീനുവിൻ്റെ ദേഷ്യം തണുപ്പിക്കണം. അവളുടെ മുഖം വാടിയാൽ തനിക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ കാരണക്കാരൻ താനാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. അത് ഒരിക്കലും പാടില്ല എന്നവൻ മനസ്സിലുറപ്പിച്ചു. അവൻ മീനുവിനെ തിരഞ്ഞു. താഴത്തെ നിലയിൽ എവിടെയും അവൻ മീനുവിനെ കണ്ടില്ല. മുകളിൽ പോയിരിക്കുമെന്നവൻ കണക്ക് കൂട്ടി. അവൻ ബെഡ്റൂമിലെത്തി. അവിടെയും അവളില്ല. ഇവിടുത്തെ അവിടെ പോയി. അപ്പോഴാണ് ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മീനുവിനെ അവൻ ശ്രദ്ധിച്ചത്. അവൻ മീനുവിൻ്റെ അടുത്തേക്കായി പതുക്കെ നടന്നു. പുറകിൽ നിന്ന് മീനുവിനെ വിളിച്ചു. മീനു. ആ വിളി കേട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടം കണ്ട് ശരിക്കും അവൻ പേടിച്ചു. അവളുടെ കണ്ണുകളിൽ ദേഷ്യം ആളിക്കത്തുന്നുണ്ടായിരുന്നു. അവളുടെ ആ തുറച്ചു നോട്ടം. എൻ്റെ അമ്മ, ഇവളെന്താ പത്രോളിയാണോ? ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ബോംബ് പോലുണ്ട് കണ്ടിട്ട് തന്നെ, അവൻ മനസ്സിൽ പറഞ്ഞു. അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്തിലിങ്ങനെ തുറച്ചു നോക്കി പേടിപ്പിക്കുന്നേ? അവൻ മീനുവിനോടായി ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. അവളുടെ സകല ദേഷ്യവും ആ നോട്ടത്തിൽ കലർന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി.
ജയ്, നീ എവിടെയാ? ദീപ താഴത്തെ നിലയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. അതുകൂടി കേട്ടതോടെ മീനുവിൻ്റെ കലി വീണ്ടും തുടങ്ങി. അവളുടെ കൈ അവൾ ചുരുട്ടിപ്പിടിച്ചു. അത് ജയ് ശ്രദ്ധിച്ചു. അത് ഒരു മിനിറ്റ് ദീപേച്ചി, ഞാൻ ഇപ്പം വരാം എന്നവൻ മറുപടി പറഞ്ഞു. ചെല്ല്, സുന്ദരിയായ പെങ്ങള് വിളിക്കുന്നുണ്ട്, ചെല്ല്, അവൾ ദേഷ്യത്തിൽ തന്നെ മറുപടി പറഞ്ഞു. ഇത്രയും പോകുന്നു സത്യം തന്നെ പറഞ്ഞില്ലല്ലോ. എന്തോ ആട്ടെ. അല്ല അത് ഞാൻ പോയിക്കോളാം. വീണ്ടും അവളുടെ ആ നോട്ടം തന്നെ. അതെ, താനിങ്ങനെ ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുങ്ങാതെ തന്നെ താൻ ഭയങ്കര സുന്ദരിയാ. അവൻ പെട്ടെന്ന് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. മീനുവിൻ്റെ ദേഷ്യത്തിലേക്ക് അവനടിച്ച ഒരാണി പോലെയായിരുന്നു അത്. ചുരുട്ടിപ്പിടിച്ചെന്ന അവളുടെ കൈ പെട്ടെന്ന് അവൾ വിട്ടു. എന്തോ പെട്ടെന്ന് കാർമേഘങ്ങളൊക്കെ ഉരുണ്ട് കൂടിയതുപോലൊരവസ്ഥ. അവൾ പിന്നെ അവനെ നോക്കിയില്ല. പിന്നെ ഐ എം സോറി. അത് ഞാൻ മനഃപൂർവ്വം തന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഏതെങ്കിലും വാക്കുകളോ പ്രവൃത്തിയോ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ദേഷ്യമൊന്നും തോന്നരുത് എന്നോട്. അവൻ വളരെ പതുക്കെ സൗമ്യമായി പറഞ്ഞു. മീനുവിൻ്റെ ദേഷ്യം ഇല്ലാതാക്കാൻ അത് തന്നെ മതിയായിരുന്നു അവൾക്ക്. അവൾ ജയ്യെ നോക്കിയില്ല. പക്ഷേ അവൻ പറഞ്ഞ ആ വാചകം ഒരിക്കൽ കൂടി അവനൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കൽ കൂടി അവളത് ആഗ്രഹിച്ചു. പെട്ടെന്ന് ആ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ അത് കേട്ടതുകൊണ്ട് തന്നെ അതൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. വീണ്ടും പറയുമോ എന്ന് ചോദിക്കാനും പറ്റില്ല. അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ വരുന്ന സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നെന്ന്. എനിക്ക് വേണ്ടി താൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് വന്നതുകൊണ്ടാണ് എനിക്ക് ടേസ്റ്റ് ഇല്ലെന്ന് തോന്നിയത്. അത് ഞാൻ അപ്പം തന്നെ പറഞ്ഞിരുന്നല്ലോ. അല്ലാതെ തന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയൊന്നും ഞാൻ പറഞ്ഞതല്ല. പിന്നെന്താ, ഞാൻ പറഞ്ഞല്ലോ, താൻ ശരിക്കും സുന്ദരിയാ. തനിക്ക് പ്രായത്തിൻ്റെ ഒരു ഇതൊന്നും തന്നെ ഏറ്റിയിട്ടേയില്ല. തന്നെ ഇപ്പോഴും കണ്ട അത്രയും ചെറുപ്പം തോന്നുന്നുണ്ട്. അവൾ കേൾക്കാൻ കൊതിച്ച വാചകങ്ങൾ അവൻ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. ഉള്ളിലെവിടെയോ അവളുടെ സന്തോഷങ്ങൾ അലയടിക്കാൻ തുടങ്ങി. ദേഷ്യമൊക്കെ ഒലിച്ചു പോയതുപോലെ തോന്നി. പക്ഷേ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവളെക്കൊണ്ട് സാധിച്ചില്ല. അവൾ കേട്ടു നിൽക്കുക മാത്രം ചെയ്തു. അവളുടെ ചുണ്ടിൽ പതുക്കെ ഒരു പുഞ്ചിരി വിടർന്നു. ഞാൻ ഒരിക്കൽ കൂടി സോറി പറയുന്നു. ഐ എം സോറി. എൻ്റെ വാക്കോ പ്രവൃത്തിയോ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. അവൻ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. മീനു അപ്പോഴും ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ദീപേച്ചി ജയ്യെ വീണ്ടും വിളിച്ചു. ജയ്, നീ ഇതെവിടെയാ? ദീപേച്ചി, ഞാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ. അവളൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ
ആ ദേഷ്യം അല്പമെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ അവന് വല്ലാത്തൊരാഗ്രഹം തോന്നി. അമ്മ പറഞ്ഞതുപോലൊക്കെ താൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇവളെന്തൊന്നും മിണ്ടാതെ? ഇതിൽ കൂടുതൽ എന്താ പറയണ്ടേ? രണ്ടും പറഞ്ഞത്, സോറിയും പറഞ്ഞു, സുന്ദരിയാണെന്ന് പറഞ്ഞു. ജയ് ആലോചിച്ചു. മനസ്സിൽ അടക്കിപ്പിടിച്ച സന്തോഷങ്ങൾക്ക് മുകളിൽ പുഞ്ചിരി വിടർന്ന് അവനെ നോക്കാതെ തന്നെ അവളങ്ങ് നിന്നു. ദീപേച്ചി അടുത്തതായി വിളിക്കുന്നതിന് മുമ്പ് തന്നെ താഴെ എത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ താഴേക്കിറങ്ങി. അപ്പോഴും അവനൊന്ന് തിരിഞ്ഞു നോക്കി. അല്പമെങ്കിലും അവളുടെ ദേഷ്യം കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാനുള്ള ആഗ്രഹം കൊണ്ട്. പക്ഷെ അതുണ്ടായില്ല. ഇവളുടെ മുഖം ശരിയായില്ലെങ്കിൽ അമ്മ വീണ്ടും എനിക്ക് ഉപദേശമായിട്ട് വരും. എന്താ ചെയ്യുക? ഏത് സമയത്താണ് വരാൻ തോന്നിയത്? ഇവളെപ്പോലുള്ള സാധനത്തൊക്കെ മെനക്കാൻ തന്നെ പണിയാം. പിന്നല്ലേ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഞാൻ ചെയ്തു. ഇതും പറഞ്ഞ് അവൻ താഴേക്കിറങ്ങി. മീനുവിൻ്റെ സങ്കടങ്ങളെ ഇല്ലാതാക്കാൻ ജയുടെ വാക്കുകൾ കൊണ്ട് സാധിച്ചു. പക്ഷെ താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവളൊന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അവളുടെ ദേഷ്യം കുറഞ്ഞില്ലേ എന്നൊരു ചിന്തയിലായിരുന്നു ജയ്. ജയ്യോടുള്ള അടങ്ങാത്ത പ്രണയവുമായി മീനു നിൽക്കുമ്പോൾ മീനുവിനോട് അങ്ങനെയൊരു പ്രണയം ജയ്ക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 40കാരിയുടെ പ്രണയമെന്ന എൻ്റെ ഈ കഥ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ.